ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1803. ഇന്ന് ഡിസംബർ മാസം 7-ാം തീയതി 342-ാമത്തെ ദിവസത്തിലെത്തി. ദൈവം മനുഷ്യനായതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ക്രിസ്തുമസ്. ഡിസംബറിന്റെ ഓരോ ദിനങ്ങളും അതിലേക്കുള്ള നമ്മളുടെ ഓരോ ചെറിയ ചെറിയ ചുവടുവെപ്പുകളാണ്. ദൈവവും മനുഷ്യനുമായിട്ട് കൂട്ടുചേരുകയാണ് ഒരു വലിയ രക്ഷാകര പദ്ധതിയുടെ സഫലീകരണത്തിന്. അതെ, ദൈവം ഈ ഒരു രക്ഷാകര പദ്ധതിയിൽ മനുഷ്യനെയും തൻ്റെ കൂട്ടുകാരനാക്കുന്നു. അങ്ങനെയാണൊരു ഉടമ്പടി രൂപപ്പെടുന്നത്. ഗബ്രിയേലിനെ അയച്ച് മറിയമെന്ന സ്ത്രീയെ ഈ ഉടമ്പടിയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. അതെ, ആർക്കാണിവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു നിലനിൽപ്പുള്ളത്? നമ്മളുടെ അഹന്ത കൊണ്ട്, നമ്മളിലെ അന്ധത കൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും ഒറ്റയ്ക്കാണെന്നും അതുകൊണ്ട് മുമ്പോട്ട് ഇനി ഒറ്റയ്ക്ക് നിൽക്കാനും നിലനിൽക്കാനും പറ്റുമെന്നൊക്കെ. മണ്ടത്തരമാണ്. കൈവിരലുകൾ തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചുള്ള കഥയൊക്കെ കേട്ടിട്ടുണ്ട്. മാറ്റിമറിച്ച് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ചെറുവിരൽ കുറച്ചുകൂടി അഹന്തയോടെയാണ് പറഞ്ഞത്. കൈകൂപ്പുമ്പോൾ ഞാനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാനാണ് കേമൻ. മോതിരവിരൽ വെറുതെ ഇരിക്കുവോ? ഞാനില്ലെങ്കിൽ വിവാഹം നടക്കില്ല കേട്ടോ, അതുകൊണ്ട് ഞാനാണ് കൂട്ടത്തിൽ ഏറ്റവും മിടുക്കൻ. നടുവിരല് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല. ഏറ്റവും ഉയരമുള്ള ഞാനുള്ളപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു? ചൂണ്ടുവിരലാവട്ടെ, ഞാനില്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഒരാളെ വിമർശിക്കുമെന്നാണ് ചോദിച്ചത്. എല്ലാം കേട്ട തള്ളവരിൽ ഒടുവിൽ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പക്ഷേ ആ തള്ളവരിൽ ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു, നിങ്ങളില്ലെങ്കിൽ ഞാനിങ്ങനെ വലിപ്പം കാണിച്ച് നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എല്ലാവരുമായും കൂടിച്ചേരേണ്ടതാണ്. കുടുംബങ്ങൾക്ക് ഒരുമിച്ചായിരിക്കേണ്ടതാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടവരും ചിന്തിക്കേണ്ടവരും പ്രവർത്തിക്കേണ്ടവരുമൊക്കെയാണ്. ക്രിസ്മസ് തരുന്ന ഏറ്റവും നല്ല സൂചനയും അത് തന്നെയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കൂടിയാലോചനയുടെ ഫലമായി മനുഷ്യാവതാരം സംഭവിക്കുന്നുവെങ്കിൽ മനുഷ്യരായി നമുക്കെന്തേ ദൈവവുമായിട്ടൊരു കൂടിയാലോചനയ്ക്ക് മനസ്സ് വരാത്തത്? അത് നമ്മളുടെ ബലങ്ങളിലുള്ള നമ്മുടെ അമിത ആശ്രയങ്ങളാണ്. എന്നെ ഭരിക്കുന്ന, എന്നെ നിലനിർത്തുന്ന ഈ ബലങ്ങളൊക്കെ നഷ്ടപ്പെടാനായിട്ട്, ദുർബലമാകാനായിട്ട് അധികം നേരമൊന്നുമില്ല എന്ന തിരിച്ചറിവിന്റെ കുറവാണ് എന്നെ ഇങ്ങനെ അന്ധനാക്കി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ദൈവവുമായിട്ട് നമുക്കൊരു കൂട്ടുബന്ധം ആരംഭിക്കാം. ഒരു കൂടിയാലോചനയൊക്കെ ആവശ്യമാണ്. ഒപ്പമുള്ള മനുഷ്യരെയും നമുക്ക് ആവശ്യമാണെന്ന് കരുതി അവരെയും ചേർത്ത് നിർത്താം. അതെ, അവർക്കും നമ്മളുടെ അത്തരമൊരു ചേർച്ചയും സാമീപ്യവും ആവശ്യമാണെന്നുകൂടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി തിരിച്ചറിയാം. ആമേൻ.